റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന യുദ്ധത്തിൽ പങ്കെടുത്ത തൃശൂർ സ്വദേശിയുടെ മരണം സംഭവിച്ചത് ഡ്രോൺ ആക്രമണത്തിലെന്ന സന്ദേശം. യുക്രൈൻ ആക്രമണത്തിലാണ് കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ബാബു മരിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ബിനിലിന്റെ സുഹൃത്ത് ജെയിനാണ് ഈ വിവരം ബന്ധുക്കളെ അറിയിച്ചത്. ജനുവരി 5-നാണ് ബിനിൽ മരിച്ചത്. എന്നാൽ 6-ാം തീയതിയാണ് ബിനിലിന്റെ മൃതദേഹം ജെയിൻ കാണുന്നത്. തൊട്ടുപിന്നാലെയുണ്ടായ ആക്രമണത്തിൽ ജെയിനും പരിക്കേറ്റതായാണ് വിവരം. ബിനിലിന്റെ മൃതദേഹവും മോസ്കോയിൽ ചികിത്സയിലുള്ള ജെയിനെയും നാട്ടിലെത്തിക്കാൻ അടിയന്തര ഇടപെടൽ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ എംബസി അധികൃതരാണ് ബിനിലിന്റെ ഭാര്യ ജോയ്സിയെ മരണവിവരം അറിയിച്ചത്. കൂട്ടനെല്ലൂർ തോലത്ത് വീട്ടിൽ ബാബുവിന്റെയും ലൈസയുടെയും മകനാണ് ബിനിൽ. 2024 ഏപ്രിൽ 4-നാണ് രണ്ടുപേരും റഷ്യയിലെത്തിയത്. ഇലക്ട്രീഷ്യൻ ജോലിക്കെന്ന് ധരിപ്പിച്ചാണ് രണ്ടുപേരെയും റഷ്യയിലെത്തിച്ചത്. അതേസമയം റഷ്യയുടെ യുദ്ധത്തിൽ 300 ഉത്തര കൊറിയൻ സൈനികർ മരിച്ചതായും 2700 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം 2 ഉത്തര കൊറിയൻ സൈനികരെ യുക്രൈൻ തടങ്കലിലാക്കി. 10,000-ലധികം സൈനികരെയാണ് കിം ജോങ് ഉൻ ഉത്തര കൊറിയയിൽ നിന്നും റഷ്യയിലേക്ക് അയച്ചത്. അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ 2500-ഓളം യുക്രൈൻ കുട്ടികൾ മരിച്ചതായാണ് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമ നിധി യുണിസെഫിന്റെ കണക്ക്. യുദ്ധത്തിൽ യുക്രൈനിലെ നിരവധി സ്കൂളുകൾക്ക് നേരെ ബോംബാക്രമണമുണ്ടായെന്നും നിരവധി വീടുകൾ തകർക്കപ്പെട്ടുവെന്നും യുണിസെഫ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.